സിനിമയിലെ വയലൻസ് കണ്ടിട്ടാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ ഈ കണ്ട അക്രമങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വലിയ ഡിബേറ്റുകൾ ഇപ്പോൾ നടക്കാറുണ്ട്. അങ്ങനെ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, അഡോളസൻസ്. തീർച്ചയായിട്ടും കണ്ടു നോക്കണം. നമ്മൾ ഈ പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഒരു എല്ലാ തലങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കിഡിലൻ സീരീസാണ്. വെറും 4 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. സാധാരണ സീരീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു 10-12 എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു 2-3 സീസണുകളൊക്കെ വിചാരിക്കും. ഇതൊരു മിനി സീരീസാണ്, അധികം സീസണുകളൊന്നുമില്ല. ജസ്റ്റ് 4 എപ്പിസോഡുകൾ, ഓരോ എപ്പിസോഡും ഓരോ മണിക്കൂർ. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം തന്നെ സിംഗിൾ ഷോട്ടിൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഒറ്റ ഷോട്ട് ഉണ്ടാവുള്ളൂ സിനിമ. അതായത് എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ എപ്പോഴാണോ കണ്ടു തീർക്കുക ഈ ഒരു എപ്പിസോഡ്, അപ്പോഴായിരിക്കും ഇതിൻ്റെ ക്യാമറ കൂടെ കട്ട് ചെയ്യുന്നത്. അതുവരെ ഇവർ കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും, ആ ഒരു വൺ ഷോട്ടായിട്ട് ചെയ്ത കാര്യങ്ങൾ. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിൽ പറയുന്ന ചർച്ച ചെയ്യുന്ന കാര്യം ഇറ്റ്സ് മോസ്റ്റ് റെലവൻറ്റ്. കറക്റ്റ് ടൈമിലാണെന്ന് ഇറങ്ങിയെന്ന് പറയാം. കാരണം ഈ പിള്ളേരൊരു വയലൻസ് ചെയ്ത് ഈ സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് 13 വയസ്സുകാരനായിട്ടുള്ള ഒരു അമേരിക്കൻ ചെറുപ്പക്കാരൻ, ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് ചെറുപ്പക്കാരൻ ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യുന്നു. തൻ്റെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ആൾ കുത്തിക്കൊല്ലാണ്. എന്തിനാണ് അത് ചെയ്തത്, എവിടെ വെച്ചാണ് ചെയ്തത്, ആൾ തന്നെയാണോ ചെയ്തത് എന്നതാണ് ഈ സീരീസ് ചർച്ച ചെയ്ത് പോകുന്നത്. സോ അതിന് പുറകിലുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് റിവീൽ ചെയ്ത് വരുമ്പോൾ ഇറ്റ്സ് ട്രൂലി ഹോണ്ടിങ്. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് പുറത്തേക്ക് വരേണ്ടത് എന്നുള്ളൊരു പരിപാടിയാണ്. നമ്മളിപ്പോൾ സാധാരണ ഈ പറയുന്ന ഒരു വയലൻസ് വരുമ്പോൾ ഇത് ആരുടെങ്കിലും പഴിയിടുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ റിയൽ കോസ് എന്താണ്, എവിടെ മുതലാണ് ചേഞ്ച് വരേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സീരീസ് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അവരുടെ മൈൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ചെറുപ്പം മുതലുള്ള അവർ ഫാമിലിയിലുള്ള കാര്യങ്ങളും അവരുടെ സോഷ്യലി ഉള്ള ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അവരെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ലീഡ് ചെയ്തിട്ടാണ് ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ക്രൈംസ് ഒക്കെ ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ സീരീസ് ചർച്ച ചെയ്തത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, സ്പോയിലറായി പോകും. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി മനസ്സിലാക്കി തന്നെ കാണും. നിങ്ങൾ കണ്ടുവരുമ്പോൾ ഓരോ ലൈനും ഓരോ ഡയലോഗും ഈവൻ ഈ ഒരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. ഈ 4 എപ്പിസോഡിൻ്റെ സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഈ ഒരു കുട്ടിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതാണ്. ജസ്റ്റ് ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു കുട്ടിയെ പോലീസുകാർ വന്ന് വീട്ടിൽ നിന്ന് പിടിച്ച് നേരെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അവർ FIR ഫയൽ ചെയ്യുന്ന വരെയുള്ള FIR അല്ല, അവിടെ എന്തോ വേറെ സെറ്റപ്പ്, അത് ഫയൽ ചെയ്യുന്നുള്ള ഒരു സെറ്റപ്പാണ് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ. ദെൻ സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ട്രയലാണ് കോർട്ടിലുള്ളത്. ദെൻ തേർഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഇൻട്രോഗേഷൻ പോലെ ഒരു സെറ്റപ്പാണ്. ഒരു 6-7 മാസം കഴിഞ്ഞ് ഈ ഒരു കുട്ടിയെ പുറത്തുനിന്നൊരു ലോയർ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു സെറ്റപ്പ്. ദെൻ ഫോർത്ത് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പാരൻസ് അനുഭവിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൻ്റെ എല്ലാ തലങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ നീറ്റായിട്ട് ഇത് ചർച്ച ചെയ്ത് പോകുന്നു. ഞാനീ പറഞ്ഞ ആ ഒരു വൺ ഷോട്ട് സെറ്റപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എവിടെ ഒരു കട്ട് വരുന്നില്ല. ഇത് സിംഗിൾ ടേക്ക് ആയിട്ട് എടുക്കാനുള്ള പരിപാടിയിൽ വൺ ഷോട്ട് തന്നെയാണ്. സാധാരണ ചില സാധനങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാറുണ്ട്. ഇപ്പോൾ 1970 നമ്മുടെ ആ പടമൊക്കെ, അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട് ഇതുപോലെ സിംഗിൾ ഷോട്ട് പോലെ നമുക്ക് തോന്നിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറേ കട്ടുകൾ വന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന പരിപാടി. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിന് മേക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ ഓൺ ആക്കിയാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി അവരെടുത്തിട്ടുള്ള റിഹേഴ്സലും അതിന് പുറകിലുള്ള ആ ഒരു എന്താ പറയുക അവർ തന്നെ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആലോചിക്കുമ്പോൾ തന്നെ ഈ സീരീസിന് എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് വെറുതെ ഒരു സിംഗിൾ ഷോട്ട് പരിപാടി എടുക്കൽ, അതിനിടയിൽ ഇമോഷൻസ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ആ ഒരു കുട്ടിയുടെയും ആ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ഒക്കെ തന്നെ ഇമോഷൻസ് ഉണ്ട്. ഒരു 13 വയസ്സുകാരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അതായത് ജെയ്മി മില്ലർ എന്ന ഇതിലെ 13 വയസ്സുകാരനായ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒവാൻ കൂപ്പർ എന്ന ആക്ടറാണ്, മിനി ആക്ടർ. ആ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു സാധനങ്ങൾ ചേഞ്ചൊക്കെ കാണണം, ചില ട്രാൻസാക്ഷനൊക്കെ കാണണം. അത് ഞാനീ പറഞ്ഞ പോലെ കട്ടല്ല, എത്ര റിഹേഴ്സൽ ചെയ്തിട്ടാണെന്ന് ഒരു പിടുത്തമില്ല. ഇവർ ഡയലോഗൊക്കെ എനിക്ക് തോന്നുന്നു ലൈവ് ഡബ്ബാണെന്ന് തോന്നുന്നു. ഇത് കാണാപ്പാടം പഠിച്ചിട്ടാണോ, ഇനി ഇത് ചെയ്തു വരുന്നതിൻ്റെ ഇടയിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊക്കെ വന്നിട്ടുണ്ടോ, ഒരു പിടുത്തമില്ല. എങ്ങനെ പോയാലും എത്ര അടിപൊളിയാക്കാൻ പറ്റുമോ അത്ര അടിപൊളിയാക്കിയിട്ടാണ് ഈച്ച് ആൻഡ് എവരി ലൈനും ഈച്ച് ആൻഡ് എവരി സീക്വൻസും ചെയ്തിട്ടുള്ളത്. ഓരോ ക്യാമറ ആംഗിൾ വരുന്നതും നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിപ്പിക്കുന്നതൊക്കെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് നമുക്ക് അതേപോലെ തന്നെ കൺവേ ചെയ്യും. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ലാതെ പല സാധനങ്ങളും ഗംഭീരമായിട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ എഡ്ഡി മില്ലർ എന്നൊരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചത് നമ്മുടെ സ്റ്റീഫൻ ഗ്രാം, ആൾ തന്നെയാണ് ഇതിൻ്റെ ക്രിയേറ്ററും. ഈ ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് വരുന്നൊരു ക്യാരക്ടർ, കിഡിലും പെർഫോമൻസ്. ആ ഒരു 4ാമത്തെ എപ്പിസോഡൊക്കെയാണ് മൂപ്പരുടെ ആ ഒരു ഇമോഷനും നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മൂപ്പരെടുത്ത് ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് എപ്പിസോഡിലൊരു ക്യാരക്ടർ വരുന്നുണ്ട്, എറിൻ ഡൊഹേറി എന്നാണ് ആ ഒരു ആക്ട്രസിൻ്റെ പേര്.
ഒരു ലോയറായിട്ട് വരുന്നൊരു ആക്ട്രസ്. ആ ഒരു എപ്പിസോഡാണ് ഐ തിങ്ക് ഈ സീരീസിലെ തന്നെ വൺ ഓഫ് ദി ഹൈലൈറ്റ് എപ്പിസോഡ്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു സെറ്റപ്പാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കുട്ടി എന്തിനാണെന്നുള്ളത് മറ്റാ ഒരു ക്യാരക്ടർ, ഈ ലോയർ ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സീക്വൻസ് ആണ്. ഐ തിങ്ക് ആ ഒരു 3ാമത്തെ എപ്പിസോഡാണ് ഈ സീരീസിന്റെ ഹൈലൈറ്റ് തന്നെ. അത്ര അടിപൊളിയായിട്ട് അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈവൻ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കുറേ തെറ്റുകൾ വരുന്നുണ്ട്. ഇടയിൽ ഞാൻ കട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഈ സീരീസ് ഇതെങ്ങനെ ഞാനീ പറഞ്ഞില്ല 5 മിനിറ്റ് വീഡിയോ എടുക്കാൻ എനിക്കൊരു 50 കട്ട് കാണാം. ഈ ഒരു 4 മണിക്കൂർ സാധനം എങ്ങനെ ഇവർ കട്ടില്ലാതെ എടുത്തു എന്നൊരു പിടുത്തമില്ല. 4 മണിക്കൂർ കണ്ടിന്യൂസ് എന്നല്ല, ഓരോ എപ്പിസോഡുകളും ഒറ്റ ഷോട്ടുള്ള സാധനമാണ്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിൻ്റെ ഈ പറയുന്ന കഥ ചിലപ്പോൾ ഒരു പക്ഷേ ഇതല്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രത്തോളം ഇമ്പാക്റ്റ് വരില്ലായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കാണും. ഈ ഓരോ സീനും ഇരുന്ന് നമ്മൾ മനസ്സിലാക്കി കാണും, അടിച്ചു വിടുകയില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് എസൻസ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലി ആയിട്ട് കാണേണ്ട ഒരു സാധനമാണ്. ഇതിലിപ്പോൾ 18+ കണ്ടന്റുകളൊന്നുമില്ല, ആ ഒരു കണ്ടന്റാണ് കാര്യം. സോ ഫാമിലി ആയിട്ട് ഐ തിങ്ക് ഇനി വല്ല ഡബ്ബോ തേങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല. തമിഴ് ഡബ്ബൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഒന്നാ നല്ലത് മലയാള ഡബ്ബോ. ശരിക്കും ഇതെല്ലാവരും കാണണം, വീട്ടിലിട്ട് കാണണം. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ള ഒരു സീരീസാണ്. സോ വയലൻസും സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നവരൊക്കെ തന്നെ കാണേണ്ട ഒരു സീരീസാണ് അഡോളസൻസ് എന്ന് പറയാം. തീർച്ചയായിട്ടും കാണും. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള, വളരെ അധികം പവർഫുൾ ആയിട്ടുള്ള സീരീസ്. ഇങ്ങനത്തെ സാധനമൊക്കെ ഇന്ത്യ വരണം. ഇന്ത്യയിൽ നമ്മൾ എടുക്കില്ല, നമുക്കറിയാം. അങ്ങനത്തെ ഒക്കെ എടുത്ത പ്രശ്നമാണെന്നുള്ളത് അറിയാം. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാറുമില്ല. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. സോ തീർച്ചയായിട്ടും കണ്ടുപോക്കുക. കണ്ടുവരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിന് മാത്രമല്ല, ജസ്റ്റ് ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് പോകേണ്ട ഒരു ഐറ്റം ആയിരുന്നില്ല. ഒരു സീരീസിൻ്റേതായിട്ടുള്ള എസൻസും ഉണ്ട്, അതിന് മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് അതുകൊണ്ട് തന്നെ പറയാം. തീർച്ചയായിട്ടും കണ്ടുവെക്കുക, മിസ്സാക്കരുത്. അഡോളസൻസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. 4 എപ്പിസോഡ്.